ഹലോ എവരിവൺ. ന്യൂ ഇയർ റെസൊല്യൂഷൻ സീരീസിലെ നമ്മുടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ വീഡിയോ ആണ് ഇന്നത്തേത്. ആദ്യത്തെ 2 വീഡിയോകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്കത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ഒരു ആത്മാർത്ഥമായ പരിശ്രമവും ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഇനിയും പുതുവർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതുമ വേണം അല്ലെ? അത് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലും കൂടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ആയി എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുത്തണമെന്ന് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ടും ഒരല്പസമയം മാറ്റിവെക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലെ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ നീഡ് വ്യത്യസ്തമായിരിക്കും, പേഴ്സണൽ ഡിഫറൻസ് അനുസരിച്ച്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം അറിയണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാനായിട്ട് തയ്യാറാവുക. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറിയുമായിട്ട് ഒരു അല്പസമയം ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ന്യൂ ഇയർ കൊണ്ട് തരുന്നതിന് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പലർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു മാറ്റം, എന്നെ ഒന്ന് കാണാനായിട്ട് എൻ്റെ ഒരു ലുക്കിൽ ഒരല്പം മാറ്റം വരുത്തണമെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. തിരക്കുണ്ടോ അല്ലെങ്കിൽ പിന്നെ ആട്ടെ എന്ന് കരുതി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാണും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. നമ്മളുടെ എന്താണ് അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു നല്ല ചേഞ്ച് നമ്മൾ ആഗ്രഹിച്ചെന്ന് കണ്ടെത്തുക. ചില വ്യക്തികൾക്കാണെങ്കിൽ മുടി നരച്ചവരാണെങ്കിൽ ഒന്ന് ഡൈ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ടൊന്ന് ആഗ്രഹിക്കുന്നു, ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന് പറ്റിയ സമയമാണ്. ഇനി ഒന്ന് ഹെയർ കട്ട് ചെയ്യണം അല്ലെ ഹെയർ കളർ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ചിലരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഒന്ന് മൂക്ക് കുത്തണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആഗ്രഹമായിരിക്കും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മാറ്റിവെച്ച ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്കത് ആദ്യം ന്യൂ ഇയറിലെ ഒരു ഭാഗമായിട്ട് ആ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ആഗ്രഹമാണ് എങ്കിലും അത് നടത്തി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും ഒക്കെ കൊണ്ടുതരാനായിട്ട് അത് സഹായിക്കും. ഇനി നിങ്ങൾ അടുത്ത കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ ഏരിയകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് എഴുതാനായിട്ട് തയ്യാറാവുക. ചില വ്യക്തികളെ സംബന്ധിച്ചാണ് എങ്കിൽ അവരുടെ ഡയറ്റ് ഹാബിറ്റ്, ആ ഭക്ഷണശീലം അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് വളരെ സമയത്തിന് ആഹാരം കഴിക്കില്ല, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ശീലം, ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. ഇതൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് മാറ്റി പിടിക്കണം, നല്ലൊരു ഭക്ഷണക്രമം ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഉറക്കം തീരെ, നിങ്ങളുടെ സ്ലീപ്പ് പാറ്റേൺ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതാണ്, സമയത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചു നേരം ഉറങ്ങുന്നുള്ളൂ, ഇതൊക്കെ ഒന്ന് നേരെയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിൽ അത് നിങ്ങൾ എന്റെ സ്ലീപ്പ് പാറ്റേൺ നേരെയാക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഹാബിറ്റ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ നമ്പർ ഇട്ട് നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് എഴുതി വെക്കുക. അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത്, ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ അത്യാവശ്യമായി ആ ഏജിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫിസിക്കലും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ യോഗ ഒന്ന് ചെയ്ത് നോക്കണം, മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ നമ്പർ ഇട്ട് നമ്മളുടെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ന്യൂ ഇയർ ആവുമ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത ഒരു വശത്ത് കാണും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ന്യൂ ഇയറിന് മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പലപ്പോഴും തിരക്കുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴോ സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, ഇതൊക്കെയും നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ ലൈഫ് സക്സസ് ആകുന്നതിന് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൊന്നും തന്നെ നമ്മൾ വീണ് പോകാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ആ ഒരു ഓർഡർ ഒക്കെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാം ഒന്ന് എഴുതി അറേഞ്ച് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരില്ല അല്ലെ? അവിടെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ്. അതിന് എന്ത് ചെയ്യണം?
നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അവസാന നിമിഷം 30-നോ 31-നോ തുടങ്ങിയാൽ ഒരു ശീലവും നമ്മുടെ ലൈഫിന്റെ പാർട്ടാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എപ്പോഴും നമ്മളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പുതിയ പുതിയ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാം, എന്തെങ്കിലും ഒരു കാര്യം അഡീഷണലി നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആകെ ഒരു ഡിസ്കംഫോർട്ടും ഒരു ഇറിറ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ഇതൊക്കെ എനിക്ക് വേണ്ടിയതാണ്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനാണ് എന്ന് മനസ്സിലാക്കി ക്ഷമയോടെ നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാവുക. ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് എങ്ങനെ തുടങ്ങാം? എപ്പോഴും തുടക്കം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ നമുക്ക് പതിയെ പതിയെ അത് കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാ കാര്യങ്ങളൂടെ ഒരുമിച്ച് ചെയ്യാം, എനിക്ക് വേണ്ടിയതെല്ലാം കൂടെ നാളെ ഒരു ദിവസം കൊണ്ട് ഞാൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒന്നും നേടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ എന്നും നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണോ നിങ്ങളുടെ അലാറം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അതിനെക്കാട്ടിൽ ഒരു 10 മിനിറ്റ് നേരത്തെ, നിങ്ങളുടെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ അറ്റംപ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒരു 10 മിനിറ്റ് നേരത്തെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചാടി എഴുന്നേറ്റ് മൊബൈൽ നോക്കുന്ന ശീലമുണ്ടെങ്കിൽ അതാണ് ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ആ എഴുന്നേറ്റ് പടി ആ ബെഡിലിരുന്ന് നിങ്ങൾക്ക് ആ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള 3 ഹാബിറ്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീപ് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ്. എപ്പോഴും ഓർക്കുക, ആദ്യത്തെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നല്ലൊരു രീതിയിൽ ഒരു ഡീപ് ബ്രീതിങ് എക്സസൈസ് ഒന്നും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിലും പരിശ്രമിക്കുക. എനിക്കാകുന്ന വിധം എൻ്റെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ, അതായിരിക്കണം നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡീപ് ബ്രീതിങ് ആ ഒരു 10 മിനിറ്റ്സിൽ ഒരു 5 മിനിറ്റ്സ് അതിനുവേണ്ടി മാറ്റിവെക്കുക. ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായി എടുക്കുകയും പുറത്തേക്ക് കൂടി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എനിക്കുണ്ട്, ഓഫീസിൽ ജോലി, വീട്ടിലെ ജോലി, ഈ ചിന്തകളൊക്കെ ചിലപ്പോൾ മനസ്സിൽ വരും ഈ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ. എങ്കിലും വളരെ ക്ഷമയോടെ മനസ്സിനെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ശ്വസനത്തിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയുള്ള 5 മിനിറ്റിന് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മുടെ ഇംപ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അടുത്തത്, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അപ്പൊ ഡീപ് ബ്രീതിങ് നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. അന്നൊരു പ്രഭാതം കൂടെ, അല്ലെങ്കിൽ പുതിയൊരു ദിവസം തന്നതിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. അങ്ങനെ നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുക. ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എടുത്തെടുത്ത് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ലൈഫിലും നമ്മളുടെ ആ ഒരു ഫുൾ ഡേ പോസിറ്റീവ് എനർജി നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന, നമുക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, ഡ്രോബാക്സ് ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലെ. അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ്, ഐ എം കോൺഫിഡന്റ്, ഐ എം ബ്യൂട്ടിഫുൾ, നമുക്ക് തന്നെ ആവശ്യമുള്ളത് എന്താണ് എന്നുള്ള ഇത് മനസ്സിലാക്കി പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 3 or 4 അല്ലെങ്കിൽ 2 or 3 കാര്യങ്ങളായാലും ആവർത്തിച്ച് നമ്മളെ തന്നെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് സാധിക്കുമെങ്കിൽ കുറച്ചും കൂടെ ഒരു സമയം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു 1/4 മണിക്കൂറും കൂടെ എക്സ്ട്രാ എഴുന്നേറ്റ് നമ്മളുടെ അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറായി. ഇതൊക്കെ ആദ്യത്തെ കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ആ 1/4 മണിക്കൂർ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾ സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അതിനകത്ത് നിങ്ങൾക്ക് യോഗ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. രാവിലെയൊക്കെ ആണെങ്കിലും പുറത്തേക്കൊന്ന് ഇറങ്ങി നേച്ചറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഫുൾ ഡേ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പതിയെ ഇൻക്ലൂഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഇപ്പം ചിലപ്പോൾ നമുക്ക് നല്ല ഒരു ഡയറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതാണ് എങ്കിൽ കുറച്ചൊക്കെ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുക. എന്താണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ് ഒഴിവാക്കാനായിട്ട് ഒരു ദിവസത്തേക്ക് ഒരു ടാർഗറ്റ് ഇടുക.
അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങുന്ന സമയം കുറച്ച് നേരത്തെ ആക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റിൽ ചെയ്ത് തീർത്താലേ നമുക്ക് നേരത്തെ കിടന്നുറങ്ങാൻ സാധിക്കും. അപ്പൊ അങ്ങനെ പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ വീതം അഡീഷണലി ആഡ് ചെയ്യുക. ഡെയിലി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ മാറ്റി വെക്കുക. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു എങ്കിൽ കുറച്ചും കൂടെ സമയം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച് അങ്ങനെ പുതിയ പുതിയ ശീലങ്ങൾ ഓരോന്ന് വീതം ആഡ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ നമുക്ക് അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.